നമസ്കാരം. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ബജറ്റ് പ്രതീക്ഷയിൽ തിളങ്ങി വിപണികൾ. കുതിപ്പ് രേഖപ്പെടുത്തി സെൻസെക്സും നിഫ്റ്റിയും. സെൻസെക്സ് 612 പോയിന്റ് ഉയർന്ന് 71,752-ലും നിഫ്റ്റി 203 പോയിന്റ് ഉയർന്ന് 21,725 പോയിന്റിലും വ്യാപാരം അവസാനിപ്പിച്ചു. പലിശ കുറയ്ക്കൽ US ഫെഡറൽ റിസർവ് തയ്യാറാകുമോ എന്ന് ഉറ്റുനോക്കി നിക്ഷേപകർ. OpenAIയുടെ പുതിയ ഫീച്ചറുമായി ChatGPT @കമാൻഡ് ഉപയോഗിച്ച് ഏത് സംഭാഷണവും GPTയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് കമ്പനി. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധ GPTകൾ ഉപയോഗിക്കാം. പുതിയ ഫീച്ചർ പണമടച്ചുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമെന്ന് സൂചന. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സാന്നിധ്യം ഉറപ്പാക്കാൻ DTDC. മലേഷ്യൻ വിപണി പ്രവേശനം പ്രഖ്യാപിച്ച കമ്പനി. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഒരുക്കുമെന്ന് വാഗ്ദാനം. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലെ ഭരണ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഫ്ലിപ്കാർട്ട് CEO കല്യാൺ കൃഷ്ണമൂർത്തി. കൂടുതൽ സ്വതന്ത്ര ഡയറക്ടർമാരെ ആവശ്യമുണ്ടെന്ന് കൃഷ്ണമൂർത്തി. പരാമർശം രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ ഫണ്ടിംഗ് പ്രതിസന്ധിയും ഭരണപരാജയങ്ങളും നേരിടുന്നെന്ന വാർത്തകൾക്ക് പിന്നാലെ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. സർക്കാരിന്റെ നേട്ടങ്ങൾ പരാമർശിച്ചു തുടക്കം. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയെന്ന് രാഷ്ട്രപതി. ബജറ്റ് നാളെ. സ്ത്രീപക്ഷ ബജറ്റെന്ന് സൂചന നൽകി പ്രധാനമന്ത്രി. ഇടക്കാല ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യൻ വിപണി നിൽക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ വിപണി വളരെ ഒരു പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ വളരെ സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയിലാണ്. നിലവിൽ ഇന്നത്തെ ഒരു ഡേ തന്നെ വളരെ ഒരു പോസിറ്റീവ് മോഡിൽ ഒരു ഗ്രീൻ സിഗ്നലിലാണ് ഇന്ത്യൻ ഓഹരി വിപണികളിലൊക്കെ തന്നെ ഒരു വിപണി ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്ഥിതിയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി 21,725 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. 203 പോയിന്റുകൾ ഉയർന്നാണ് 21,725 പോയിന്റിൽ ഇന്ന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിക്കുന്നത്. നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒക്കെ തന്നെ ഒരു ഗ്രീൻ സിഗ്നലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളൊക്കെ തന്നെ റെക്കോർഡ് ഉയരത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസും വളരെ ശ്രദ്ധേയമായൊരു പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. നിഫ്റ്റി ബാങ്കിൽ 629 പോയിന്റ് ഉയർന്ന് 45,996 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതുപോലെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ 20,497 പോയിന്റിലാണ് ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മോഡലാണ് ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമോ? വിപണിയെ കൂടുതൽ ഉറ്റുനോക്കുകയാണ് നിക്ഷേപകരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലും ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കറക്ഷനൊക്കെ മാറി ഒരു പോസിറ്റീവ് മോഡലേക്കാണ് ഇന്നത്തെ വിപണിയുടെ ഒരു ട്രെൻഡ് വന്നിരിക്കുന്നത്. സെൻസെക്സ് 612 പോയിന്റ് ഉയർന്ന് 71,752-ലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മെറ്റൽ, ഇൻഫ്ര, റെയിൽ എല്ലാ സ്ട്രക്ചറുകളിലൊക്കെ തന്നെയും വളരെ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് നിക്ഷേപകർ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയുണ്ട്. മാർക്കറ്റ് വ്യൂവിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ പോൾ തോമസ് ആണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പോൾ തോമസ്. സർ, നാളെ ബജറ്റ് ഇടക്കാല ബജറ്റാണ് കേന്ദ്രത്തിൻ്റെ. വളരെ വലിയൊരു പ്രഖ്യാപനം ഇല്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സൂചിപ്പിച്ചെങ്കിൽ പോലും ഇന്ത്യൻ വിപണി വളരെ വലിയൊരു പ്രതീക്ഷയിലാണ്. ഇന്ന് അതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് കാണാനും സാധിക്കും. വളരെ പോസിറ്റീവ് മൂഡിലെ വിപണി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയൊരു സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ബോറോയിങ്ങിനുള്ള വലിയൊരു പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും നാളത്തെ പ്രഖ്യാപനങ്ങൾ വിപണിയെ സ്വാധീനിക്കുക? ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് കുറച്ച് താഴേക്ക് പോയി 21,450 ലെവലിൽ ഒരു ബൗൺസ് ബാക്കാണ് ഇന്ന് കാണേണ്ടത്. തിരിച്ച് നല്ലൊരു റാലി മാർക്കറ്റിലുണ്ടായി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീ ബഡ്ജറ്റ് റാലി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. മാർക്കറ്റ് 200 പോയിന്റ് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബഡ്ജറ്റിൻ്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു റാലി എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം പറയുകയാണെങ്കിൽ അടുത്ത ഒരു കയറ്റം ഒരു 22,000 ലെവലിലേക്ക് നിഫ്റ്റിക്ക് പോകാവുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു നിരാശ മാർക്കറ്റിലുണ്ടാകും. തിരിച്ച് മാർക്കറ്റിൽ ഒരു സെല്ലിങ് ഇതുപോലെ തന്നെ
വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ സെല്ലിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 2-3 ദിവസത്തേക്ക് നീണ്ടു നിന്ന് അടുത്ത ഒരു സപ്പോർട്ടിലേക്ക് പോകാം. 21,100 ലെവലൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചോളം നല്ല സപ്പോർട്ടുകളാണ്. ഇതിന് മുമ്പ് വന്നപ്പോഴും പല പ്രാവശ്യം 21,300, 100 ഒക്കെ സപ്പോർട്ടുകളായിട്ട് തിരിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു സെല്ലിങ് വന്നാലും മാർക്കറ്റിലെ അടുത്ത ഒരു എന്താ പറയുക ഇലക്ഷനെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കും. പക്ഷേ ഇഫക്റ്റീവായിട്ട് നാളെ 2 രീതിയിലേക്ക്, ഒന്നിലും മുകളിലേക്ക് ഒരു കയറ്റം, അതുപോലെ തന്നെ തോമസ് ആണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേരുന്നത്. നാളത്തെ ഒരു ദിവസം അത് നിർണായകമാണ്. ബജറ്റിലുണ്ടാകുന്ന സുപ്രധാന തീരുമാനങ്ങളൊക്കെ തന്നെ വിപണിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ അമേരിക്കൻ ഫെഡ് റിസർവ് അവരുടെ ധനനയ പ്രഖ്യാപനങ്ങളുടെ എന്തൊക്കെ തീരുമാനങ്ങളും വിപണിയെ സ്വാധീനിക്കും. നാളെ നമുക്ക് നോക്കാം. മാർക്കറ്റ് വ്യൂവുമായി വീണ്ടും എത്താം.